ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുർമി ബ്രോസ്. ഇന്നത്തെ വീഡിയോ ഒരു കിടിലൻ കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ വെള്ളിയാഴ്ച എല്ലാ മുസ്ലിം വീടുകളിലും ബീഫ് അല്ലെങ്കിൽ ചിക്കൻ ആവും. അപ്പോൾ ബീഫിനെയും ചിക്കനെയും എല്ലാം മാറ്റി നിർത്തുന്ന ഒരു കിടിലൻ പപ്പായ കറിയാണ് ഇന്നത്തെ വീഡിയോ. പപ്പായ കറി എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരിക തൈര് തേങ്ങ എല്ലാം ഇട്ടിട്ട് ഉള്ള കറിയാണ്. ഒരു പരിപ്പും പപ്പായ ഇടും. എന്നാലും ഇങ്ങനെ ഒരു കറി ടേസ്റ്റിൽ നിങ്ങൾ പപ്പായ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനൊരു പപ്പായ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്ച്ചോറിലേക്കും അതുപോലെ തന്നെ ചപ്പാത്തി പൊറോട്ട ഇതിലേക്കെല്ലാം ബെസ്റ്റ് കോമ്പിനേഷനാണ്. പപ്പായ നമ്മൾ നന്നായിട്ട് നല്ല കനത്തിൽ തന്നെ വലിയ പീസാക്കിയിട്ടാണ് എടുക്കേണ്ടത്, ചെറുതാക്കി എടുക്കരുത്. ഇത് കട്ട് ചെയ്തതിന് ശേഷം തന്നെ പപ്പായ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്യണം. കാരണം പപ്പായയിലുള്ള കറകൾ പലപ്പോഴും നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറ്റാൻ സാധ്യതയുണ്ട്. ഇവിടെ വീട്ടിൽ ട്രൈ ചെയ്തപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ ട്രൈ ചെയ്യുക. നമ്മളിത് കുക്കറിലിട്ടിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ട് ആദ്യം ഒന്ന് ഒറ്റ വിസിലടിച്ചിട്ട് ഇതെടുക്കണം. ഒരുപാട് വേവിക്കാൻ പാടില്ല. ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുക്കറിലിടാതെ നമ്മൾ സാധാ രീതിയിൽ ചെയ്താലും മതി. അതെല്ലാം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും അത്യാവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഒരുപാട് ഉപ്പ് ഇടേണ്ടതില്ല. ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നന്നായിട്ട് കനം കുറച്ചരിഞ്ഞ 2 സവോളയാണ്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ചതച്ചെടുത്തതും, പച്ചമുളക് ഒരു 6 എണ്ണം കീറിയിട്ടതും. ഇനി കൂടുതൽ എരിവ് വേണമെങ്കിൽ അതും ഇടാം. അപ്പോൾ നമുക്ക് ആദ്യം സവോള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ചിക്കൻ കറിയിലേക്കും ബീഫ് കറിയിലേക്കെല്ലാം എങ്ങനെയാണ് സവോള മസാല ട്രൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ട്രൈ ചെയ്യാം. സവോളയും ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുള്ള പച്ചമുളകും ഇതിലേക്ക് ആഡ് ചെയ്യാം. അതോടൊപ്പം പഴുത്ത 2 തക്കാളിയും. ഞാൻ ആദ്യം തക്കാളിയാണ് ആഡ് ചെയ്യാറുള്ളത്. അതൊന്ന് വെന്തതിന് ശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യാറുള്ളത്. അതോടൊപ്പം നമുക്കിവിടെ ഒരു അരമുറി തേങ്ങയുടെ പാല് നമ്മൾ എടുക്കേണ്ടത്. ആ സ്റ്റെപ്പ് ഞാനിതിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അരമുറി തേങ്ങയിലേക്ക് ഒരു 4 സ്പൂൺ വെള്ളവും അതിൻ്റെ കൂടെ ഒരു 5 സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് വേണം അതിൻ്റെ പാലെടുക്കാൻ. ഒരുപാട് വെള്ളമാവണ്ട, ആ കട്ടിയിലുള്ള പാലാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ വീട്ടിലുണ്ടാക്കിയവർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഞാനിത് എൻ്റെ തൊട്ടടുത്ത 2 വീട്ടുകാർക്ക് കൊടുത്തിരുന്നു. അവരും പറഞ്ഞു നന്നായിട്ട് ടേസ്റ്റ് ഉണ്ട്, പപ്പായ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതുവരെ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്ക് ആയിട്ടുള്ള പപ്പായ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി സവോള തക്കാളി അതുപോലെ തന്നെ ഇത്തിരി തേങ്ങാപ്പാലും തൈരും കൂടെ ചേർത്തിട്ടുണ്ട്. ആ വീഡിയോ മിസ്സായതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വെള്ളം ആവണമെന്നില്ല. ഞാൻ അങ്ങനെയാണ് ട്രൈ ചെയ്തത്. ഇനി വെള്ളം വേണമെന്നുള്ളവർക്ക്, ഇവിടെ അധികം കറി ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനൊരു കുറുകിയ രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്കൊന്ന് നെയ്ച്ചോറായിരുന്നു. ഗരം മസാലയൊന്നും ആഡ് ചെയ്യണമെന്നില്ല. ഇനി അതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക്, ഞാനത് ആഡ് ചെയ്തിട്ടില്ല. ഇത് പപ്പായ ആയതുകൊണ്ട് ഞാനൊരു ഇത്തിരി വെളിച്ചെണ്ണ കൂടെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഒരുപാട് എടുത്തിട്ടില്ലായിരുന്നു. പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇതിനെ ഒന്നുകൂടെ ടേസ്റ്റി ആക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കണം. നമ്മൾ ഇറച്ചിക്കറിയിൽ എന്തെല്ലാം ആഡ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ആഡ് ചെയ്യുക. ഗരം മസാല ആ ഒരു ഫ്ലേവർ ഇതിലേക്ക് വലിയൊരു ടച്ചിങ് കൊടുക്കുന്നില്ല. ഇനി നിങ്ങൾ ചേർത്ത് നോക്കൂ.
ആ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ യൂസ് ചെയ്യാം. ഞാനൊരു ഇച്ചിരി മല്ലിപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് പപ്പായയും മസാലയും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെക്കുക. ഒരുപാട് ടൈം ഇളക്കാതെ ഇരിക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും തൈരും പിരിയാൻ സാധ്യതയുണ്ട്. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം തേങ്ങാപ്പാലും. ഇതും അതിൽ കിടന്നിട്ട് ഇത് ഒന്ന് വേവണം. ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു മഞ്ഞ കളറ് ഓവറായിട്ട് വരും. നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ കറിയുടെ കളറ് മാറാതെ കിട്ടും. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് നമ്മുടെ കറി നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ടാൽ നമ്മൾ ഇതുപോലെ ഇടുന്ന കിടിലൻ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒന്നുകൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ 8K കഴിഞ്ഞു. ഇനിയൊരു 10K ആണ് ഞങ്ങളുടെ ഡ്രീം. അപ്പോൾ അതും നിങ്ങൾ സാധിച്ചു തരുമെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ ഇതാ 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ കിടിലൻ പപ്പായ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാ കണ്ടോ, ആ ഒരു റെഡ് കളർ ഉണ്ട്, എന്നാലോ വലിയ കുത്തന കളറും ഇല്ല. അത് തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ടാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഈ ഒരു കറി ട്രൈ ചെയ്യുക. പപ്പായ വീട്ടിലില്ലാത്തവരായിട്ട് തൊട്ടടുത്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്യുക. ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ്. അപ്പോൾ ഇനിയൊരു കിടിലൻ വീഡിയോസുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.